ഈ 32 പേരാണ് നമ്മുടെ ഒരു ഫുൾ ടീം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഉത്സവത്തിന് പോകുന്നു, അതല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളുകൾക്ക് പോകുന്നു. മുമ്പാണെങ്കിൽ പള്ളിപ്പെരുന്നാളുകൾക്കാണ് കൂടുതലും ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉത്സവങ്ങൾക്കും ഇഷ്ടം പോലെ ബാൻഡ് സെറ്റ് കാണാറുണ്ട്. ക്രൗഡിനുള്ളിൽ നിന്നാണ് എപ്പോഴും നമ്മളിങ്ങനത്തെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുക. ക്രൗഡിൻ്റെ ഒരു മാനസികാവസ്ഥ പലപ്പോഴും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ചെയ്യുന്ന പോലെയല്ല ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. സ്റ്റേജ് എപ്പോഴും ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എന്ത് കമൻറ്റ് വന്നാലും അത് അവിടേക്ക് എത്താൻ കുറച്ച് സമയമെങ്കിലും എടുക്കും. അപ്പോൾ ഇത്തരം ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പലപ്പോഴും നമ്മളതിനെ നോക്കി കാണാറുള്ളത്? ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വരുന്നില്ല. കാരണം നമുക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ചെയ്യുന്നതാണ്. ക്രൗഡിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവരുടെ പൾസ് എന്താണെന്ന് അറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അവരുടെ താല്പര്യം എന്താണ്, അവരുടെ ഇഷ്ടം എപ്പോഴും അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അവർ തരുന്നൊരു സപ്പോർട്ടും കൊട്ടുമ്പോഴും വായിക്കുമ്പോഴും അവരുണ്ടാക്കുന്ന ശബ്ദങ്ങളും അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും അതൊക്കെ വലിയൊരു അനുഭവമാണ്. അതാണ് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അതെ അതെ.